please, this boy is also my friend. സാറിന്റെ നല്ല മനസ്സുകൊണ്ട് അമ്മൂമ്മയുടെ ചെവി ഓപ്പറേഷൻ നന്നായിട്ട് നടന്നിട്ട് സാറേ. സാറാണ് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത്. Charity is our duty, you know. ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാട്ടെ സാറേ. അല്ല, ഓപ്പറേഷൻ ചെവിക്കായിരുന്നില്ലേ? ഇങ്ങോട്ട് പോടാ. എടാ ഇങ്ങോട്ട് വരാൻ. അടിക്കടാ. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. മഴ പെയ്പ്പിക്കുന്നത് ഗന്ധർവന്മാരാണ്. മഴ ഒന്ന് പോടാ പൊട്ടാവെന്ന്. പെരുന്തച്ഛനാണ് പെരുന്തച്ഛൻ. പൊന്നെ പരശുരാമൻ അല്ലല്ല, പെരുന്തച്ഛനെ ഋഷ്യശൃംഗൻ. ഋഷ്യശൃംഗൻ ശരിയാ, കറക്റ്റാ. ഇത് പറഞ്ഞപ്പോ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഞാൻ എന്തോ പറഞ്ഞു? ഋഷ്യശൃംഗൻ. ശരിയാ, പേര് പറഞ്ഞ മഴ. ഹാളിൽ പുകവലി പാടില്ല. ഹലോ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാല് 60% ഞങ്ങൾക്കും 40% നിങ്ങൾക്കുമാണ്. നിങ്ങൾ വിളിക്കും, ഞാൻ ശ്വസിച്ചോളാം. 60 എനിക്ക് വേണ്ട. അയ്യോ, ഇതെന്തുവാടി ഇത്? അതിന് നമ്മൾ ക്രിസ്ത്യാനികള് മുടി എന്ന് പറയും. നമ്മൾ ഹിന്ദുക്കൾ എന്ത് വാഴവള്ളി എന്നാണ് പറയുന്നത്? നമ്മൾ ഹിന്ദുക്കൾ എന്ത് വാഴവള്ളി എന്നാണ് പറയുന്നത്? चांदनी अच्छा नाम है. चांदनी कुछ कहा, रात्रिയിൽ कुछ सुना. ഹിന്ദി में 2 ലൈൻ അറിയുമേ. മലയാളിയാ? മലയാളം അറിയോ? അറിയാം. ഞാൻ വിചാരിച്ചു ഹിന്ദിക്ക് ചന്തി മാത്രം അറിയൂ. മുറ്റടിക്കുമായിരിക്കും അല്ലേ? അല്ല, പൊറോട്ട അടിക്കുക. അല്ല, പൊറോട്ട അടിക്കുക. നീ കൂടെ ഉണ്ടാവില്ലേ? കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. കട്ടള പോലെ പുറകിലുണ്ട്. ഇതിന് ഞാൻ തികച്ചു വേണ്ട. നീ എവിടെ ഇരി. ശരിയാ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അടി കഴിയുമ്പോ തന്നെ രക്ഷ. ഓക്കെ. എന്താടാ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. കട്ടള പോലെ പുറകിലുണ്ട്. നീയൊക്കെ തകർത്തില്ലേടാ? ഒരു പണക്കാരനെ കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുക, ഒരു കൊച്ചുണ്ടാവുന്നവരെ. അത് കഴിയുമ്പോ ഞാൻ എന്റെ തനി സ്വഭാവം കാണിക്കും. അപ്പൊ അവൻ എന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെടും. അപ്പോ പിന്നെ നല്ലൊരു പൈസ സെറ്റിൽമെന്റ് ആവശ്യപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോയി നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കുക. അതായിരുന്നു എന്റെ സ്വപ്നം. അർജുനേട്ടനെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറയുവാ, എന്റെ അർജുനേട്ടന് ഹാർട്ടില്ലെന്നാ. ഹാർട്ടിന് കംപ്ലൈന്റ് ആണല്ലോ. കുറച്ചുകൂടെ ഞാൻ ഇലക്ട്രോണിക്സ് വിദഗ്ധനാണല്ലോ. എന്തോ അല്ല, ഇലക്ട്രോണിക്സ് അറിയാമെന്ന് അവിടെ അറിഞ്ഞു. അപ്പൊ എന്തോ ഒരു ആൾക്കാരാണ് റേഡിയോ ടി വി ആയിട്ട് എന്റെ അടുത്ത് വന്നത്. നന്നായിട്ട് ശരിയാക്കി കൊടുത്തത്, കംപ്ലീറ്റ് റെഡിയാക്കി കൊടുത്തു. ഒന്നുകൂടി പറഞ്ഞേ. എന്റെ അച്ഛൻ വേറെ എന്ത് പറഞ്ഞാലും ഞങ്ങളെ വിശ്വസിക്കും. പക്ഷെ അച്ഛൻ ഇലക്ട്രോണിക് സാധനങ്ങൾ നന്നാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിശ്വസിക്കില്ല. അച്ഛാ, നീ ചൊക്കരിമാട് ചോദിച്ചോക്ക്. ചൊക്കരിമാട് ചോദിച്ചേ. നീ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. സാധനങ്ങൾ ശരിയാക്കി കൊടുത്തപ്പോഴേ ചൊക്കലിംഗ മാമ എന്താണെന്ന് പറഞ്ഞ് അറിയാൻ പറഞ്ഞു. മേലെ ഇമ്മാതിരി പരിപാടി കാണിക്കില്ല. എന്തായാലും രതീഷ് വന്നാ നന്നായി. അല്ല, അത് കുഴപ്പമില്ല. രാവിലെ ഇവിടെയുള്ള ഓട്ടോക്കാരൊക്കെ വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. എന്തും മനുഷ്യന്മാരാണല്ലേ. അല്ല, ഇനി അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി.
പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, പകർച്ചപ്പനിയാന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എന്ത് പനി? പകർച്ചപ്പനി. സാറേ മണിക്കൂറുകളായി സാർ, ഒന്ന് വിളിച്ചു നോക്കൂ. ഈ പോലീസ് എന്ന് പറഞ്ഞാലേ ഓഫീസിൽ കുത്തിരുന്ന് പണിയെടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല, അത് കുറ്റം ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു. അന്നാ നമ്മൾ കുറ്റം ചെയ്തിട്ട് വന്നതല്ല, SI സാർ നിൽക്കാൻ പറഞ്ഞ. അവിടെ നിൽക്ക്. ഇതെവിടുന്നോ അടിച്ചോണ്ട് വന്നതാ, കണ്ടില്ലേ രാവും പകലും പോലെ ഇരിക്കുന്നത്. ഈ കളർ എന്റെ പോലെ സാറേ, എന്റെ അമ്മ ഇങ്ങനെയാ, എന്തുണ്ടാക്കിയാലും ഇതുപോലെ കരിച്ചു കളയും, എന്തുണ്ടാക്കിയാലും ഇതുപോലെ കരിച്ചു കളയും. അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. രതി നിർവേദം എന്ന സിനിമ റീമേക്ക് ചെയ്യുന്നുവെങ്കിൽ അപ്പുവിന്റെ റോള് സാറാണെന്ന് വെച്ചോ, രതി ചേച്ചിയായിട്ട് ആരെയായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ ജയഭാരതി അഭിനയിച്ച പടമാണല്ലോ അല്ലേ? നീ അങ്ങനൊന്നും ഇല്ല. നീ എന്നാലും ഉണ്ടെന്ന്. ഏറ്റവും ഇഷ്ടമുള്ള ഏത് പെണ്ണാണ് ആ പെണ്ണ്, അത്ര തന്നെ. എനിക്കതിനകത്ത് വ്യത്യാസമൊന്നും. ശരി, ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. എന്നാ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞോ. പക്ഷേ ഈ സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ തമ്മിൽ പിരിക്കാന്നൊക്കെ പറഞ്ഞ പാവമല്ലേ? ഒരു പുല്ലുമില്ല. അല്ലച്ചോ, അച്ഛനൊന്ന് ഒഴിവാക്കി തന്നാ അച്ഛനൊരു സ്വർണ്ണക്കൊന്ത പണിത് ഞാനങ്ങ് തരും. ജോസേ, ഒരു സ്വർണ്ണക്കൊന്ത വീട് നാളൊന്നും അല്ല നിങ്ങളുടെ ഈ അച്ഛൻ. എന്നാലും താൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ കൊന്ത എത്ര പവന്റെ വരും? ടോണി നീതും കൂടെ കൊടൈക്കനാൽ ഹണിമൂണ് പോയ കഥ നീ കേട്ടിട്ടുണ്ടോ? ഒന്ന് പോടാ അവിടുന്ന്. ഓ, അയാള് കേക്കണ്ട. വീട്ടിലുള്ള കഥയാണെങ്കിൽ പറ, വീട്ടിലുള്ള കഥയാണെങ്കിൽ പറ. പേര് സുധീന്ദ്രൻ, 28 വയസ്സ്. നിങ്ങളുടെ അല്ല, വൈഫിന്റെയാ. പെണ്ണിന്റെ പേര് പറയടാ. നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് പറ. ഷക്കീല. ഷക്കീല. ഇത് ആ പയ്യൻ വല്ല വീട്ടിലേക്ക് മാറ്റുന്ന പഞ്ചസാരയോ ഉറുമ്പുകൂടിയോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റാമ്പ് സാധനങ്ങളൊന്നും അല്ലത്. ഇതേ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ കണ്ടോ നോക്ക് കുട്ടി. നീ എന്താണ് കിടന്ന് ചൊറിയണ്? അതെ, കൈമ രാവിലെ ഒരു കുരു വന്നടാ, അപ്പൊ ഞാൻ പൊട്ടിച്ചളഞ്ഞ്, അപ്പൊ അത് കഴുത്തിൽ വന്നിട്ട്. വലുതേമ കണ്ട കുരു. ശരി. അല്ല ചേട്ടാ, ചേട്ടാ അങ്ങനെ പോലെ ചേട്ടൻ എന്തെങ്കിലും വാങ്ങണം. എനിക്കൊന്നും വേണ്ട. ഓക്കെ, അതല്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും വാങ്ങണം. സാബു അങ്ങനൊന്നും വാങ്ങാറില്ല. പറ്റില്ല ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ. വാങ്ങണം. എന്നാ ഒരു 100 രൂപ. അതിച്ചിരി കൂടുതലല്ലേ? സാറേ, വിളക്കൂതിരാജൻ ചീട്ടുകളിക്കടയിലെ വിളക്കൂതി വെച്ച് കാശുമായി മുങ്ങുന്ന വേന്തന്നവൻ. അല്ലാതെ ബൾബേലൂതാ എന്താ മലയാളി ദിവസം കഴിയുന്നവരും മോന്ത കരിക്കേറ്റി പോലല്ല വന്നത്? എന്താണ്? അല്ല, മോളിൽ നിന്ന് കരിക്കത്തെ വെച്ച് കുടിക്കാന്. ഈ ഊന്നേനെ മാത്രം എങ്ങനെ കിട്ടുന്നു? ഒരു മിനിറ്റ്, നിങ്ങൾ എന്താ നിന്റെ പരിചയത്തിന് തെങ്ങേറാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അണ്ണാൻ പിന്നെ ഓന്തം കയറും, പക്ഷെ അണ്ണാന്റെ അത്ര വേഗത്തിൽ കയറൂല. മനുഷ്യരുടെയും വോക്കൽ കോഡിന്റെ ഘടന ഒരുപോലെയാണ്. അതിൽ നിന്ന് ഇവര് വളരെ വ്യത്യസ്തമായിട്ട് മിമിക്രി അവതരിപ്പിക്കുന്നു, പാട്ട് പാടുന്നു. നീ നന്നായിട്ട് നുണ പറയുന്ന ആ വോക്കൽ കോഡ്. പാട്ട് പാടുന്നു. നീ നന്നായിട്ട് നുണ പറയുന്ന ആ വോക്കൽ കോഡ്. പ്രാവിന്റെ ഇംഗ്ലീഷ് പേരെന്താ? എടി പെണ്ണെ, ഒരു പക്ഷിയുടെ പേരാണ് പ്രാവ്. നിന്റെ പേരെന്താ? പ്രിയ. പ്രിയയുടെ ഇംഗ്ലീഷ് പേരെന്താ? പ്രിയ. അത് മിസ്സേ, എനിക്ക് ആ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദന.